ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടിയും കോഴിമുട്ടയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിടിലൻ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിന് 1 കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയാണ് 1 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മുട്ടയും ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. 1/4 കപ്പ് അളവിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതിനനുസരിച്ച് കൂട്ടിയെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പുളിപ്പില്ലാത്ത തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ആ ഒരു 1/2 കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു തൈര് മാത്രം തന്നെ മതിയാവും. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പൊടിയിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ നോക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാൻ നിന്നാൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇനി ഈ പലഹാരം ഒന്ന് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് യെല്ലോ ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്ത് കഴിക്കുന്നതിന് ഒരു കളറിൻ്റെയും ആവശ്യമില്ല. ഞാനിത് വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. നല്ല ലൂസാവാൻ പാടില്ല മാവ്. ഇതുപോലെ ഒന്ന് കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അടുത്തതായിട്ട് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുത്താലും മതി. ഒന്നുകൂടി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പരുവം കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു സ്പൂണിൽ കോരിയെടുക്കുമ്പോഴത്തേക്ക് മാവ് ഈ ഒരു പരുവത്തിലായിരിക്കണം റെഡിയായി കിട്ടേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമ്മളിത് എണ്ണയും ഓയിലും ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയും ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഞാനിവിടെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു അളവിൽ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഈ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിന് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം കറക്റ്റായിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി വേവിച്ചെടുക്കുക. എന്നാലേ ഇത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. എണ്ണയും ഓയിലും നെയ്യും ബട്ടറൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.